നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ചേർപ്പ് കോടന്നൂരിൽ യുവാവിനെയും യുവതിയെയും കത്തിക്കൊണ്ട് കുത്തി ഗുരുതരമായി പരുക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കോടന്നൂർ കൈലാത്ത് വീട്ടിൽ അശ്വിനാണ് ചേർപ്പ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. പുത്തൂർ ചെമ്പകണ്ടം സ്വദേശി കുന്നപ്പള്ളം വീട്ടിൽ അരുണുമായി വിവാഹമുറപ്പിച്ചിരിക്കുന്ന യുവതി എന്നിവരെയാണ് പ്രതി കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്. കോടന്നൂർ സെന്ററിലെ പെർഫെക്റ്റ് സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിയപ്പോഴാണ് ഇവർക്ക് നേരെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ യുവാവിന്റെ നെഞ്ചിലും യുവതിയുടെ വയറിലുമാണ് കുത്തേറ്റത്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO KN മനോജ്, SI മൗഷമി, ASIമാരായ ഷീജ, ജയചന്ദ്ര, ആരിഫ്, CPOമാരായ അജിത് കുമാർ, ലിജിമോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. KSKTU കൊടകര ഏരിയ സമ്മേളനം സമാപിച്ചു. വാസുപുരത്ത് നടന്ന പ്രകടനവും പൊതുസമ്മേളനവും യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് NM സജീവൻ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, KJ ഡിക്സൺ, MR രഞ്ജിത്ത്, EK അനൂപ്, PK കൃഷ്ണൻകുട്ടി, PC സുബ്രൻ, CV രവി, സ്വപ്ന സത്യൻ, വിജിത് വർഗീസ്, പ്രവീണ മനോജ് എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് വാർഡ് 12 സീനിയർ യൂത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് സീതാകുമാരൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം മിനി മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി പങ്കജവല്ലി, കുടുംബശ്രീ സ്റ്റേറ്റ് RP ഷൈജ ഹുസൈൻ, മുൻ വാർഡ് അംഗം KS സൂരജ്, സീനിയർ അംഗങ്ങളായ TM ചന്ദ്രൻ, PV വേലായുധൻ, KG മോഹനൻ, ട്രഷറർ AJ ജോണി എന്നിവർ പ്രസംഗിച്ചു. ഭിന്നശേഷി വിഭാഗക്കാരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി തൃശൂർ ജില്ലാ ഭരണകൂടം ഒരുക്കുന്ന കോഡ് 6.0ക്ക് തുടക്കമായി. ജില്ലാ കളക്ടർ ഷിക സുരേന്ദ്രൻ പ്രദർശന വിപണന മേള ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കളക്ടറേറ്റ് അനക്സ് ഹാളിലാണ് മേള. ഭിന്നശേഷി വിഭാഗക്കാരിൽ സർഗവാസനകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ലൊരു വിപണിയും സ്വയം പര്യാപ്തതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിലെ വിവിധ സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നും ബഡ് സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികളും ഭിന്നശേഷിക്കാരും ചേർന്നൊരുക്കിയ കരകൗശല വസ്തുക്കൾ, നിത്യോപയോഗ സാധനങ്ങൾ, പലഹാരങ്ങൾ, പാനീയങ്ങൾ എന്നിവയ്ക്കൊപ്പം പ്രത്യേക ഓണം ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാണ്. ആകെ 22 സ്ഥാപനങ്ങളാണ് മേളയിൽ അണിനിരക്കുന്നത്. അസിസ്റ്റന്റ് കളക്ടർ AAC പ്രീതി, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് M സന്ദീപ് എന്നിവർ സംബന്ധിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K ദീപക്, വിദ്യാഭ്യാസ വകുപ്പ് പ്രതിനിധി T ഷൈല തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 2 ദിവസത്തെ മേള ഓഗസ്റ്റ് 18-ന് അവസാനിക്കും. ലീഡ് ബാങ്ക്, മേരി ക്യൂറി എൻട്രൻസ് അക്കാദമി എന്നിവരുടെ സ്പോൺസർഷിപ്പോടെയും വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെയുമാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. DYFI 16ാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ നടക്കും. ആദ്യമായിട്ടാണ് തൃശൂരിൽ സംസ്ഥാന സമ്മേളനം ചേരുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്ന് 600 പ്രതിനിധികളും ലക്ഷദ്വീപിൽ നിന്നുൾപ്പെടെ 20 സൗഹൃദ പ്രതിനിധികളടക്കം 620 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് ശക്തൻ സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേരും. ജാഥകൾ സംഗമിച്ച് സ്വാഗത സംഘം ചെയർമാൻ KV അബ്ദുൽ ഖാദർ പതാക ഉയർത്തും. 20-ന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ചലച്ചിത്ര നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും. 21-ന് വൈകിട്ട് 5-ന് രക്തസാക്ഷി കുടുംബ സംഗമം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. കവി മുരുകൻ കാട്ടാക്കട മുഖ്യ അതിഥിയായി പങ്കെടുക്കും. തുടർന്ന് സംഗീത പരിപാടി നടത്തും. 22-ന് നേതാജി ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി 22-ന് വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിനിധികളുടെയും യൂത്ത് ബ്രിഗേഡിന്റെയും മാർച്ച് നേതാജി ഗ്രൗണ്ടിൽ സമാപിക്കും. പൊതുസമ്മേളനത്തിൽ 50,000 പേർ പങ്കെടുക്കും. പൊതുസമ്മേളനത്തിന് മുൻപ് ഗുരുവായൂർ മ്യൂസിക് അക്കാദമി കലാകാരന്മാർ സംഗീത പരിപാടി അവതരിപ്പിക്കും. ബിസിനസ് ന്യൂസ്.
പ്രമുഖ ബേക്കറി ഔട്ട്ലെറ്റ് ഗ്രൂപ്പായ മോഡി ബേക്കറിയുടെ പുതിയ ഷോപ്പ് ഇനി കോടാലിയിലും. പ്രമുഖ ബേക്കറി ഔട്ട്ലെറ്റ് ഗ്രൂപ്പായ മോഡി ബേക്കറിയുടെ പുതിയ ഷോപ്പ് ഇനി കോടാലിയിലും. ബേക്കിംഗ് രംഗത്ത് 39 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള മോഡി ബേക്കറി കോടാലി ആൽത്തറ ജംഗ്ഷനിലെ സമൃദ്ധ ടവറിലാണ് ആരംഭിച്ചിരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ സെക്രട്ടറി രഞ്ജി മോൻ ആദ്യ വിൽപ്പന നടത്തി. മികച്ച ജൈവ കർഷക അവാർഡ് ജേതാവ് വിനയൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗം ഷീജ അജിത്, റോട്ടറി ക്ലബ്ബ് RMBF അഡ്വക്കേറ്റ് അഖിലേഷ്, മോഡി കേക്ക്സ് ആൻഡ് കൺഫെക്ഷനറി പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ആൻഡു ദേവസി, ഡയറക്ടർ ജോയ് ദേവസി എന്നിവർ സന്നിഹിതരായി. കേക്കുകൾ, പേസ്ട്രികൾ, കുക്കീസുകൾ, വിവിധതരം പബ്സുകൾ, വിവിധതരം ഹൽവ, നാടൻ പലഹാരങ്ങൾ, സ്വീറ്റ്സുകൾ തുടങ്ങി വൈവിധ്യമാർന്ന ബേക്കറി ഉൽപ്പന്നങ്ങളുടെയും ഐസ്ക്രീമുകളുടെയും വിപുലമായ ശേഖരമാണ് മോഡി ബേക്കറിയിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. നിരവധി പ്രശംസകൾ നേടിയ മോഡി ബ്രാൻഡിന്റെ സ്പെഷ്യൽ ചിക്കൻ ലെഗ് പീസ് പബ്സുകളും ഇപ്പോൾ കോടാലിയിലും ലഭിക്കുന്നതാണ്. പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ പ്രകൃതിദത്തമായ ചേരുവകൾ മാത്രം ഉപയോഗിച്ചാണ് ഇവിടുത്തെ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. ശുചിത്വത്തിനും ഉയർന്ന ഗുണനിലവാരത്തിനും മുൻഗണന നൽകുന്നതോടൊപ്പം ഓരോ കഷണത്തിലും രുചിയും സ്നേഹവും ഒരുപോലെ പകരുന്നുവെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. രുചിയുടെ പാരമ്പര്യവും പുതുമയും തേടി കോടാലിയിലെ ഭക്ഷണപ്രേമികൾക്ക് ഇനി സമൃദ്ധ ബിൽഡിംഗിലെ മോഡി ബേക്കറിയിലേക്ക് സ്വാഗതം. രുചിയുടെ പാരമ്പര്യം, പുതുമയുടെ സ്പർശം. മോഡി ബേക്കറി, സമൃദ്ധ ടവർ, ആൽത്തറ ജംഗ്ഷൻ, കോടാലി. ഫോൺ 8281199044 9447380502. ചാലക്കുടി വന്ന കാലം മുതൽ ഇന്ന് വരെ ഞങ്ങളോട് കാണിച്ച ആ നല്ല സ്നേഹത്തിന് മോഡി ഗ്രൂപ്പിന് ഞാൻ ഈ സമയത്ത് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഇവരുടെ വളർച്ചയിലോടൊപ്പം ഇവരോരോ പാവപ്പെട്ടവരെ ഇവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു ദൗത്യം. 13 സ്ഥാപനങ്ങൾ നിലനിൽക്കുമ്പോഴും എനിക്കറിയാം ആളൂരൊക്കെ ഞാനാണ് അവരുടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇന്ന് കോടാലിയിലും ഇതുപോലെ ഭാഗ്യം ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഞാൻ കോടാലി മർച്ചൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് രഞ്ജി മോനെ ഇവരെ ഞാൻ തിരിച്ച് ഏൽപ്പിക്കണം. ഞാൻ മോഡി ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയ ഒരു പ്രസ്ഥാനം കോടാലിയിൽ അംഗമാവുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനാർഹമായ ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. കോടാലി മർച്ചന്റ് അസോസിയേഷനെ സംബന്ധിച്ച് 800 മെമ്പർമാരുള്ള വലിയ ഒരു യൂണിറ്റ് തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ സംഘടനാ സംവിധാനത്തിന്റെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കോടാലി മർച്ചന്റ് അസോസിയേഷന് ഇത്രയും വലിയ ഒരു ഗ്രൂപ്പിന്റെ സേവനം കൂടി, പിന്തുണ കൂടി ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ അഭിനന്ദനാർഹമായിട്ട് കാണാനാണ്. വളരെയേറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. മോഡി ഗ്രൂപ്പിൻ്റെ 13ാമത്തെ ഷോറൂമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. എനിക്കേറെ സന്തോഷം തരുന്ന കാര്യം, അഭിമാനം തരുന്ന കാര്യം വേറൊന്നുമില്ല. കഴിഞ്ഞ 4 ഉദ്ഘാടനങ്ങളിലും എനിക്ക് പ്രസ്ഥാനത്തിൽ വന്ന് പങ്കെടുക്കാനും 2 വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയെന്നുള്ളത് ഏറെ ഭാഗ്യകരമായിട്ട് ഞാൻ വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ഓണത്തിൻ്റെ ആ ഒരു മുന്നോടി തിരക്കിലാണ്, സന്തോഷത്തിലാണ്. നമ്മുടെ എല്ലാം സന്തോഷത്തിന് ഒരേ ഒരു കാര്യം നമ്മുടെ ആരോഗ്യം തന്നെയാണ്. നമ്മളുടെ ആരോഗ്യം നമ്മളുടെ ശുദ്ധമായ വിഷരഹിതമായ മായമില്ലാത്ത ഭക്ഷണത്തിലൂടെയാണ്. എല്ലാവരും ജൈവ കൃഷി ചെയ്യണം എന്നാണ്. പക്ഷേ നമുക്ക് പലതും ഇങ്ങനെയുള്ള ബേക്കറിയിൽ നിന്നും പാചകം ചെയ്ത ഭക്ഷണം വാങ്ങേണ്ടിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും മോഡി ബേക്കറിയെ കുറേ കാലങ്ങളായിട്ട് എനിക്കറിയാം. 100% വിശ്വസിക്കാം. മായമില്ലാത്ത നല്ല ശുദ്ധമായ ഭക്ഷണം കൊടുക്കുന്ന ഒരിടമാണ്. ആദ്യം തന്നെ നമ്മുടെ നാട്ടിലേക്ക് ഞാൻ ബേക്കറി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നല്ല വ്യത്യസ്ത രുചിയിലുള്ള ഭക്ഷണങ്ങളും മികച്ച സേവനങ്ങളും നൽകി നമ്മുടെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഒരു ബേക്കറിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ചിങ്ങം 1-ാം തീയതി മോഡി ബേക്കറിയുടെ 13ാമത്തെ ഔട്ട്ലെറ്റ് കോടാലി, നമുക്കെല്ലാവർക്കും സുപരിചിതമായ കോടാലിയിൽ ഉദ്ഘാടന കർമ്മം നടന്നു കഴിഞ്ഞു. മോഡി ഗ്രൂപ്പിൻ്റെയും സ്റ്റാഫിൻ്റെയും ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും എല്ലാവരുടെയും പേരിൽ വിനീതമായ
നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഓണം പടിവാതിൽക്കിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് കൊടകര കോടാലി എന്ന് പറയുന്ന ഈ ഒരു ഇടത്തരം ടൗണിൽ ഒരു പുതിയ ബ്രാഞ്ച് കൂടി തുടങ്ങാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണവും കൂട്ടായ്മയും ഇതിൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ആമ്പല്ലൂരിൽ ഫാൻസി ആഭരണങ്ങളുടെയും ഗോൾഡ് പ്ലേറ്റഡ് ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരണവുമായി വിനീസ് ഫാഷൻ ഹബ് ആൻഡ് സിൽവർ പ്രവർത്തനം ആരംഭിച്ചു. അമ്പല്ലൂർ വരന്തരപ്പള്ളി ബസ് സ്റ്റോപ്പിന് സമീപം ചിറമൽ ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ദിയ ശ്രീജിത്ത് നിർവഹിച്ചു. ആന്റിക്, ട്രഡീഷണൽ, വെസ്റ്റേൺ, കുന്തൻ, ചെട്ടിനാട്, എഡിസ്റ്റോൺ സ്റ്റൈൽ ആഭരണങ്ങൾ, ബ്രൈഡൽ സെറ്റുകൾ, വളകൾ, മാലകൾ, കമ്മലുകൾ തുടങ്ങിയവയുടെ വിവിധ കളക്ഷനുകൾ ഇവിടെ ലഭ്യമാണ്. പ്രമുഖ ബ്രാൻഡുകളുടെ കോസ്മെറ്റിക്സിനൊപ്പം നാച്ചുറൽ ഹെയർ ആക്സസറീസും ലഭിക്കും. വിവാഹങ്ങൾക്കും മറ്റ് വിശേഷ അവസരങ്ങൾക്കും അനുയോജ്യമായ ബ്രൈഡൽ സെറ്റുകളും പാർട്ടി വെയർ ആഭരണങ്ങളും മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതായി സ്ഥാപന ഉടമ വിനീത ശ്രീജിത്ത് അറിയിച്ചു. ഇന്ന് തന്നെ സന്ദർശിക്കൂ വിനീസ് ഫാഷൻ ഹബ് ആൻഡ് സിൽവർ, ചിറമൽ ബിൽഡിംഗ്, വരന്തരപ്പള്ളി ബസ് സ്റ്റോപ്പിന് സമീപം, അമ്പല്ലൂർ. ഫോൺ 9037520001. അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അമ്പലൂർ മേഖലയിലേക്ക് പുതിയൊരു വ്യാപാര സ്ഥാപനം കൂടി വന്നിരിക്കുകയാണ്, വിന്നീസ് ഫാഷൻ. നമ്മളിനി സാധനങ്ങളൊക്കെ വാങ്ങാൻ, ഫാൻസി സാധനങ്ങളൊന്നും വാങ്ങാൻ പുതുക്കാട്ടേക്കും ഒല്ലൂർക്കും തൃശ്ശൂർക്കും ഓടണ്ട. ഇവിടെ തന്നെയുണ്ട്, ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. അപ്പൊ എല്ലാവരും ഇത് കണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി പോവുക. അപ്പോൾ ഓണക്കാലത്ത് എല്ലാ നല്ല രീതിയിലുള്ള കച്ചവടവും കാര്യങ്ങളും ഉണ്ടാവട്ടെ. ഈ സ്ഥാപനത്തിനും പ്രത്യേകിച്ച് ശ്രീജിത്തിനും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. ആഭരണങ്ങളും ബ്രൈഡൽ സെറ്റുകളും ദിവസ വാടകയ്ക്കും നൽകുന്നുണ്ട്. പഞ്ചലോഹ ആഭരണങ്ങളും ഓർഡർ അനുസരിച്ച് വെള്ളി ആഭരണങ്ങളും ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചിങ്ങമാസം അവസാനിക്കുന്നതുവരെ 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉറപ്പായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ ഓണക്കാലത്ത് മനോഹരമായ ബ്ലൗസുകൾ തിരഞ്ഞെടുക്കാൻ ഇനി തയ്യലിന്റെ കാത്തിരിപ്പ് ദിനങ്ങൾ വേണ്ട. വ്യത്യസ്ത ഡിസൈനുകളിലും ആകർഷകമായ നിറങ്ങളിലുമുള്ള റെഡിമെയ്ഡ് ബ്ലൗസുകളുടെ വിപുലമായ ശേഖരവുമായി വരന്തരപ്പള്ളിയിൽ സാൻസു ബ്ലൗസ് കോർണർ സെലക്ടഡ് സാരീസ് പ്രവർത്തനം ആരംഭിച്ചു. വരന്തരപ്പള്ളി ജനതാ ജംഗ്ഷനിലെ വരിക്കാനിക്കൽ ബിൽഡിംഗിലാണ് സാൻസു ബ്ലൗസ് കോർണർ പ്രവർത്തിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ലിഷോയ് നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു പ്രിയൻ, മെൽവിൻ, സത്താർ, പൊതുപ്രവർത്തകരായ ബിനോയ് ഞെരിഞ്ഞാംപിള്ളി, ഡേവിസ് അക്കര, സന്തോഷ് തണ്ടാശ്ശേരി, വിനയൻ പണിക്കവളപ്പിൽ, ഷൈജു പട്ടിക്കാട്ടുകാരൻ തുടങ്ങിയവർ പങ്കെടുത്ത് ആശംസകൾ നേർന്നു. സന്ധ്യ സുദേവന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഓരോ സാരിക്കും ചേരുന്ന ഡിസൈൻ, വിവാഹം, ഓണം, ആഘോഷങ്ങൾ, മറ്റ് വിശേഷാവസരങ്ങൾ തുടങ്ങി വിവിധ സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായ നിരവധി ഡിസൈനുകളിലും നിറങ്ങളിലുമുള്ള ബ്ലൗസുകളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ട്രെൻഡിനൊത്ത ഡിസൈനുകൾക്കൊപ്പം വ്യത്യസ്ത ഫിറ്റിംഗുകളിലും മോഡലുകളിലും റെഡിമെയ്ഡ് ബ്ലൗസുകൾ ലഭ്യമാണ്. ബ്ലൗസുകൾക്ക് പുറമെ അത്യാകർഷകവും ഏറ്റവും പുതിയ ട്രെൻഡുകൾക്കനുസരിച്ചുള്ള ജെൻസ് വെയറുകളും ഇവിടെ ലഭ്യമാണ്. ഷർട്ടുകൾ, ടീഷർട്ടുകൾ, ബർമുഡ, ട്രാക്ക് സൂട്ട് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലുള്ള വസ്ത്രങ്ങൾ മിതമായ നിരക്കിലാണ് ഒരുക്കിയിരിക്കുന്നത്.
സന്ദർശിക്കുക സാൻസു ബ്ലൗസ് കോർണർ സെലക്ടഡ് സാരീസ്, വരിക്കാനിക്കൽ ബിൽഡിംഗ്, ജനതാ ജംഗ്ഷൻ, വരന്തരപ്പള്ളി. ഫോൺ 8606522262 9048670140. കൃത്രിമ നിറങ്ങളും അജിനോമോട്ടോ പോലുള്ള രാസവസ്തുക്കളും ഉപയോഗിക്കാതെ തന്നെ കൂടുതൽ രുചികരമായ വിഭവങ്ങളുടെ കലവറയുമായി ചിയേഴ്സ് കിച്ചൺ റൈസ് ആൻഡ് ഫ്ലവേഴ്സ് ആമ്പല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ആമ്പല്ലൂർ HDFC ബാങ്കിന് സമീപം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം MA ജോൺസണും ഹെവിൻ ജോണും ചേർന്ന് നിർവഹിച്ചു. ആൻമേരി മൽപ്പാന്റെയും നിധിൻ ജോൺസന്റെയും ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ രുചിയേറിയ ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചിക്കൻ, ബീഫ്, പോർക്ക് എന്നിവയുടെ വിവിധ വിഭവങ്ങൾ ലഭ്യമാണ്. ആദ്യ ദിനത്തിൽ ബിരിയാണി വാങ്ങുന്നവർക്ക് ചിക്കൻ കൊണ്ടാട്ടം സൗജന്യമായി നൽകിയാണ് ചിയേഴ്സ് കിച്ചൺ ഉപഭോക്താക്കളെ വരവേറ്റത്. ടേക്ക് അവേ കൗണ്ടറിന് പുറമെ ഹോം ഡെലിവറി സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 8891607733 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തും ഓർഡർ ചെയ്യാം. ആഘോഷവേളകൾക്കായുള്ള പ്രത്യേക ഭക്ഷണ ഓർഡറുകളും സ്വീകരിക്കുന്നതാണ്. രുചിയിലും ഗുണമേന്മയിലും വിട്ടുവീഴ്ചയില്ലാതെ ചിയേഴ്സ് കിച്ചൺ റൈസ് ആൻഡ് ഫ്ലേവേഴ്സ്, ആമ്പല്ലൂരിന്റെ പുതിയ രുചിയിടം. HDFC ബാങ്കിന് സമീപം, ആമ്പല്ലൂർ. ഓർഡറുകൾക്കും ഡെലിവറിക്കും 8891607733. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നതിനും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിനും കൃത്യമായ പോഷകാഹാരത്തിന് പ്രധാന പങ്കുണ്ടെന്ന സന്ദേശവുമായി പുതുക്കാട് ബസാർ റോഡിലെ പുളിക്കൻ ഹൈപ്പർ ബസാറിൽ ന്യൂ ബിഗിനിംഗ് ന്യൂട്രീഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് പുതുക്കാട് ഫൊറോന സഹവികാരി ഫാദർ നോബിൾ ഐനിക്കൽ നിർവഹിച്ചു. ലിജോ നൈന ഉദ്ഘാടനം നിർവഹിച്ചു. മനു പഴുങ്കാരൻ ആദ്യ വിൽപ്പന നടത്തി. ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ പോഷകങ്ങൾ ശരിയായ രീതിയിൽ ലഭ്യമാക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണശീലം പിന്തുടരുന്നതിനും ന്യൂട്രീഷൻ സെന്ററുകൾ സഹായകരമാകുന്ന സാഹചര്യത്തിലാണ് പുതുക്കാട് ബസാർ മേഖലയിലും പുതിയ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ടീമിൽ നിന്ന് പറഞ്ഞവരെല്ലാവരും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും, ഒരാളെ ഞാൻ പേഴ്സണലായിട്ട് വിളിച്ചിട്ടില്ല, അങ്ങനെ വിളിച്ചിട്ട് എല്ലാവരും വന്നതിന് ആത്മാർത്ഥമായിട്ട് നന്ദി പറയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ആളുകളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വരുമാനത്തിനായിട്ട് കൂടുതൽ ചിലവാണ്. ഒരു സമയത്ത് എനിക്ക് അങ്ങനെയായിരുന്നു. ഒരു മണി മാനേജ്മെന്റ് കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ തെറ്റായിട്ടുള്ള എൻ്റെ ഒരു അറിവ് കുറവ് കൊണ്ട് എനിക്ക് ബിസിനസ്സിൽ കുറേ പാളിച്ചകൾ ഹെർബാലൈഫിൽ പറഞ്ഞേക്കാട്ട് മുന്നേ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഹെർബാലൈഫിൽ വന്നതിന് ശേഷം ഞാൻ അത് എങ്ങനെ തിരുത്താന്നുള്ളത് പഠിച്ചു. അതും രവി സാറിന്റെ ട്രെയിനിങ്ങിൽ നിന്ന്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇന്ന് വീട് പണിയാനും കാറ് മേടിക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് ലോൺ എടുക്കും. അതിന് നമുക്ക് തിരിച്ചൊരു വരുമാനമില്ല. പക്ഷെ ഒരു ന്യൂട്രീഷൻ സെന്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ അത് ബ്രാൻഡായിട്ട് ചെയ്യാനായിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് കൊട്ടാരം പോലത്തെ വീട് പണിയാൻ. 11 വർഷം മുന്നേ ചേട്ടൻ എൻ്റെ അടുത്ത് ഈ ഒരു ന്യൂട്രീഷൻ സെന്റർ ഷേക്ക് കുടിക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പൊടി കലക്കി കുടിക്കുന്ന പരിപാടിയല്ലേ, എനിക്ക് വേണ്ട, ചേട്ടൻ കുടിച്ചോന്നാണ് പറയാറ്. അങ്ങനെ ഇതുപോലെ തന്നെ ഒരു ന്യൂട്രീഷൻ സെന്ററിലേക്ക് എന്നെ കൊണ്ടുപോയി ചെയ്തത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരമാവധി വേറൊരാൾ പറയുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജ്കുമാർ സാറിന്റെ സെന്ററിലേക്കാണ് ഞാൻ കണക്ട് ആവുന്നത്. അവിടെ നിന്ന് തൊട്ട് ഏകദേശം 10 വർഷത്തോളമായിട്ട് ഇന്ന് നമ്മുടെ പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നല്ലൊരു ദിവസമാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഫൗണ്ടർ മാർക്യൂസിന്റെ വിഷൻ എല്ലാ കുടുംബങ്ങളിലും സന്തോഷം, ആരോഗ്യം, പൈസയൊക്കെ ഉണ്ടാവണമെന്നാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ ലിജോ ചേട്ടനും നൈനേച്ചിട്ടപ്പോൾ ഇതേപോലത്തെ ഒരു സെന്റർ ഇടാൻ പറ്റട്ടെ ഞാൻ ഒരു നാടിനെ തന്നെ കിടുക്കിയ ഒരു ക്ലബ് ഓപ്പണിംഗ് ആയി, അതേപോലെ തന്നെ ഒരു ക്ലബായി മാറട്ടെ എന്ന് എല്ലാവിധ ആശംസിക്കും. ലിജോ
എന്നൊരു പുതിയ ന്യൂട്രീഷൻ ക്ലബ്ബ് ഓപ്പൺ ആക്കിയത്. ഈ ഒരു ന്യൂട്രീഷൻ ക്ലബ്ബിൽ നിന്ന് ഇനിയും ഒരുപാട് ജനങ്ങളുടെ, ഒരുപാട് കുടുംബത്തിന്റെ കണ്ണീര് മാറ്റാൻ, ഒരുപാട് ആളുകളുടെ ജീവിതം മാറാൻ, ആരോഗ്യമായിട്ടും സന്തോഷമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന നിലയിലെത്താൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,290 രൂപയും പവന് 1,14,320 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.